യൂട്യൂബിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നമ്മളെല്ലാവരും. ഇപ്പോൾ യൂട്യൂബിലേക്ക് വന്ന ആളുകൾ പലപ്പോഴും അതിൽ സക്സസ്ഫുൾ ആവണം, അതിലൂടെ വരുമാനം നേടണം, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണം, കൂടുതൽ നമ്മളെ വീഡിയോസിന് വ്യൂസ് ഉണ്ടാക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ സ്ട്രാറ്റജി ഞാൻ ഉപയോഗിച്ച, പ്രത്യേകിച്ച് MP ടോക്സ് എന്നുള്ളൊരു ചാനലാണ് ഇത്, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലൂടെ ഈ ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ MP ടോക്സ് എന്നുള്ള ചാനൽ ഒരു 6, 7, 8 വർഷം കൊണ്ട് വെറും 30,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 30,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നിടത്തു നിന്നും വെറും 6 മാസം കൊണ്ട് ആ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം മാസം ഞാൻ പറഞ്ഞു വരുന്ന 8 വർഷം 30,000 കിട്ടിയെടുത്ത് ഒരു മാസം 30,000-ത്തിലധികം സബ്സ്ക്രൈബേഴ്സ് നേടുന്നതിലേക്ക് ഞാൻ വിജയിപ്പിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല വീഡിയോസിലാക്കി പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിലും അപ്ലൈ ചെയ്താൽ ഉറപ്പാണ് വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു ഡൗട്ടുമില്ല. കാരണം ഞാൻ അതിനുശേഷം ഈ ചാനൽ തുടങ്ങി നോക്കി. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, 10,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പല ആളുകളും ചിലപ്പോൾ മോണിറ്റൈസ് ആവുന്ന കാര്യങ്ങളൊക്കെ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ്. അതൊക്കെ വളരെ ഈസിയാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു മാസം കൊണ്ട് നിങ്ങൾ അതൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഞാനത് പല വീഡിയോസിലാക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു 4-5 കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നിയ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ കേട്ടോ, വ്യൂസ് ഉണ്ടാക്കാനും മോണിറ്റൈസ് ചെയ്യാനുള്ള പറ്റിയ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി, വ്യൂസും കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ടൂളാണ് ഷോർട്സ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്സ് മറ്റുള്ള വീഡിയോസ്, ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ, തുടക്കക്കാർക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോസ് ആളുകൾ കാണുന്നത് പലപ്പോഴും ആ തമ്പനയിൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിലെ കണ്ടന്റ് അല്ല അടിപൊളി കണ്ടന്റ് ആവുമ്പോൾ, മറ്റുള്ളവർ വ്യത്യസ്തമാവുമ്പോഴൊക്കെ ആയിരിക്കും ആളുകൾ കൂടുതൽ കാണുക, കൂടുതൽ സമയം കാണുക, യൂട്യൂബ് കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുക. പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ആള് ഒരു വീഡിയോസ് ഇടുമ്പോൾ അതിന് വ്യൂസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് തുടക്കത്തിൽ. പക്ഷെ അതിൽ നിന്ന് ഷോർട്സിനെ വ്യത്യസ്തമാക്കുന്നത്, ഷോർട്സ് യൂട്യൂബ് കാണുന്ന മറ്റേത് അറിയുന്നത് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ് വീഡിയോസ്. ഷോർട്സ് യൂട്യൂബ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫീഡ് ചെയ്യുന്നതിൽ യൂട്യൂബ് ഫീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷോർട്സ് വരും. നല്ലതാണെങ്കിൽ എങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം നിങ്ങൾ ചില ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന ഷോർട്സ് ക്ലിക്ക് ചെയ്തിട്ടില്ലല്ലോ ആ ഷോർട്സ് വരുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് കണ്ട് അടിയിലേക്ക് അത് വരികയാണ്. അപ്പോൾ നല്ലതാവുമ്പോൾ നിങ്ങൾ കണ്ടുപോവാണ്, നല്ലതില്ലെങ്കിൽ ഉടനെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഈ എങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ആ ഷോർട്സ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നു, അത് ഉള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യൂസ് കൂട്ടാൻ പറ്റും. കൂടുതൽ നിങ്ങളുടെ ഇടുന്ന ഷോർട്സുകളൊക്കെ യൂട്യൂബ് എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 2-3 കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്സ് കേട്ടോ. വീഡിയോസിന്റെ കാര്യം പിന്നീട് ഡിസ്കസ് ചെയ്യും. ഷോർട്സ് ആണ് നിങ്ങളെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ഘടകം. അപ്പൊ ഷോർട്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഷോർട്സുകൾ ഇടുന്നുണ്ടാവും, ഇട്ടിട്ട് വീഡിയോസ് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഷോർട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഷോർട്സ് ഏറ്റവും ചെറിയ ഡ്യൂറേഷൻ, ഏറ്റവും കുറവ്, എത്ര നിങ്ങൾക്ക് ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റുമോ അത്ര കുറച്ച് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് 10 സെക്കൻഡ് ആക്കി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, 15 അങ്ങനെ, 4 ആക്കുകയാണെങ്കിൽ 5 ആക്കുകയാണെങ്കിൽ 2 സെക്കൻഡ് ആക്കാൻ പറ്റുകയാണെങ്കിലും അങ്ങനെ. ഓക്കെ, അപ്പൊ ഒരു മിനിമം ഒരു 10 to 15 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങളെ വീഡിയോസ് ലിമിറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയുള്ള കണ്ടന്റ് കണ്ടെത്തണം. അപ്പൊ അതിൽ പറഞ്ഞു തീരാതെന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഏറ്റവും കാരണം എന്ന് പറയുന്നത്, ഇന്നത്തെ ആളുകൾക്കുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ആളുകൾ ഒന്നിനും സമയമില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടുനോക്ക്, ഇപ്പൊ ലോങ് വീഡിയോസ് എല്ലാ ആളുകൾ കൂടുതൽ കാണുന്നത്, ലോങ് വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് വീഡിയോസിലാണ്, ഷോർട്സിലും റീലിലൊക്കെയാണ് ആളുകളുള്ളത്. അഥവാ 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 5 സെക്കൻഡിനുള്ളിലൊക്കെ ഒരു കാര്യം മൊത്തമായിട്ട് അറിയാൻ പറ്റി കഴിഞ്ഞാൽ ആളുകൾ അതാ കാണാം, അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അത് അനുഭവം ഉണ്ടോ? നിങ്ങൾ ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾ എത്ര വീഡിയോസ് കണ്ടു, എത്ര ഷോർട്സ് കണ്ടു എന്നുള്ളത്. ഷോർട്സ് എന്ന് പറയുന്നത് കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ, കുറഞ്ഞ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിവ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഷോർട്സ് ആണ് കൂടുതൽ പ്രാധാന്യം. അതിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം, ഒരു 10 സെക്കൻഡിന് 15 സെക്കൻഡിനുള്ളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീഡിയോസ് ഷോർട്സ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡിനുള്ളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹുക്ക് ഇടണം. എപ്പോഴും ഒരു ഹുക്ക് വേണം. ആളുകളെ
ഈ വീഡിയോസ് ഞാൻ എന്തിനു തുടർന്ന് കാണണം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ തുടർന്ന് കണ്ടാൽ എനിക്ക് നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഹുക്ക് ഇടുക എന്ന് പറയും. അത് നമ്മൾ ഒരു സെക്കൻഡിന്റെയും 3 സെക്കൻഡിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം, ഇടണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ 15 സെക്കൻഡിനുള്ളിൽ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ പറയാൻ നിൽക്കുക, അല്ലെങ്കിൽ എഴുതി കാണിക്കാൻ, അല്ലെങ്കിൽ വായിക്കാനുള്ളതാണ്. ഈ 2 സെക്കൻഡ് കൊണ്ട് പറയണം നിങ്ങൾ ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന ആളാണോ. അപ്പൊ ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് കാണും. ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, അപ്പം ആ 1-2 സെക്കൻഡിനുള്ളിലായിട്ട് നിങ്ങൾ ഹുക്ക് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പറ്റണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രെൻഡിങ് സോങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് തന്നെ അത് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇതിന്റെ ഏറ്റവും എന്നെ വളർത്തിയ ഒരു ഘടകമായതുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ ഞാൻ തന്നെ പറയുന്നത്. ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഫസ്റ്റ് മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, യൂട്യൂബ് തുടങ്ങുന്നത് മുതൽ ഷോർട്സ് ഉണ്ടാക്കുന്നത് മുതൽ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിത്ത് എക്സാമ്പിൾ ചെയ്ത് കാണിച്ചിട്ട് തരും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ചില സോങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീഡിയോസിൽ ഷോർട്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സൗണ്ടിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണേ, സോങ് ആഡ് ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കുന്നത് പോലും കേൾക്കാത്ത രൂപത്തിലേക്ക് സോങ് ആഡ് ചെയ്യരുത്. കുറഞ്ഞ സൗണ്ട്, വളരെ കുറഞ്ഞ സൗണ്ട് കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വന്നാൽ മതി. ഇപ്പൊ ഞാനിത് കേൾക്കണമെന്നും കൂടി ഇല്ല. കാരണം എന്ന് പറയുന്നത് ഈ ഏറ്റവും ട്രെൻഡിങ് ആയ സോങ്ങുകൾ ചിലപ്പോൾ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ സോങ് നിങ്ങൾ ആഡ് ചെയ്തൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, ഇനി സോങ് ആഡ് ചെയ്യുക, സൗണ്ട് ഏറ്റവും മിനിമലിലേക്ക് 5-ലേക്കോ 3-ലേക്കോ 2-ലേക്കോ 1-ലേക്കൊക്കെ കുറച്ചു കൊടുക്കുക. അത് യൂട്യൂബിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊരിക്കലും കോപ്പിറൈറ്റ് വരുന്നില്ല. യൂട്യൂബിൽ ഓൾറെഡി ഉള്ള ഓഡിയോസ് ആണത്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. ഓക്കെ, ട്രെൻഡിങ് സോങ് ആഡ് ചെയ്യുക, അത് തന്നെ എന്ത് ചെയ്യുക, ഏറ്റവും കുറവിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷോർട്സ് വെറുതെ എന്തൊക്കെ ഇട്ടുക എന്നല്ല, ആളുകൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന രീതിയിലുള്ള ഷോർട്സുകൾ ഇടാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടെക്സ്റ്റ് അഥവാ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ആളുകൾ അത് വായിക്കാൻ വേണ്ടി ഇടും. കുറഞ്ഞ കാര്യം പറയുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണിക്കുകയാണ് ചെയ്യുന്നത്, അത് നിങ്ങൾ എഴുത്ത് വേണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ അത് വായിക്കാൻ നിൽക്കും. വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറച്ച് സമയം ചിലപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങളെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, ആളുകൾ വായിച്ചു തീർന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആളുകൾ അത് വീണ്ടും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു വീഡിയോ 10 സെക്കൻഡോ 5 സെക്കൻഡോ ഉള്ള വീഡിയോ 2, 3, 4 പ്രാവശ്യം ഒരാൾ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്, ഒരു വട്ടം കണ്ടാൽ 100%. 4 വട്ടം ആ വീഡിയോ നിങ്ങളുടെ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 400%. അപ്പൊ 400% ടൈം നിങ്ങളുടെ ഒരു വീഡിയോക്ക് വേണ്ടി ഒരാൾ സ്പെൻഡ് ചെയ്യുന്ന സങ്കല്പിക്കുക. അപ്പൊ യൂട്യൂബ് കരുതുന്നത് എന്താ, യൂട്യൂബ് ഇത് അൽഗോരിതം ഇതെല്ലാം സിസ്റ്റം ആണല്ലോ ചെയ്യുന്നത്. അപ്പം ആ യൂട്യൂബ് കരുതുന്നത് നല്ല അടിപൊളി ഒരു ടോപ്പിക്കാണ്, ഇത് ഒരേ സാധനം കാണാൻ വേണ്ടി 4 പ്രാവശ്യം ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ 400% വ്യൂസാണ് ടൈം എന്ന് പറയുന്ന ഡ്യൂറേഷൻ. അപ്പൊ നല്ല കണ്ടന്റ് ആണ്. അപ്പൊ യൂട്യൂബ് അടുത്ത ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നിങ്ങൾ പറയുന്ന കാര്യം. അപ്പൊ ആളുകൾ വായിക്കാൻ നിൽക്കുമ്പോൾ കൂടുതൽ സമയം അതിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ടൈം കൂടുതൽ എന്ത് ചെയ്യും, യൂട്യൂബ് നല്ലതാന്ന് തോന്നി യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ സമയം കൂടിയുള്ള പ്രശ്നം എന്താ, 1 മിനിറ്റ് കൊണ്ട് കാണുന്നുള്ളൂ, അതിൽ1 മിനിറ്റ് ആളുകൾ കാണൂല. അയാൾ 10 സെക്കൻഡോട് ആളുകൾ എന്ത് ചെയ്യും, അത് അടുത്ത ഷോർട്സിലേക്ക് പോകും. ആ 10 സെക്കൻഡോട് പോകുമ്പോൾ യൂട്യൂബ് അങ്ങനെ ഒരുപാട് ആളുകൾ ആവുമ്പോൾ യൂട്യൂബ് കരുതുന്നത് എന്താ, ഇത് വെറും 10% സമയം ആളുകൾ ഇതിലേക്ക് നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഒരുപാട് സമയം റെക്കമെൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം യൂട്യൂബിൽ വീഡിയോസ് ആളുകൾ കൂടുതൽ കാണൂല എന്ന് ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് സമയം കുറയ്ക്കുക, അതിൽ എഴുത്തുകൾ കൂട്ടുക, ആളുകളെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ടൈം അത് പ്ലേ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം 4 വട്ടം പ്ലേ ചെയ്താൽ 4 വ്യൂസാണ് ഷോർട്സിന്. അത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യും. യൂട്യൂബ് അൽഗോരിതം നിങ്ങളെ വർക്ക് ചെയ്ത് നിങ്ങളെ ഷോർട്സ് കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യാൻ അത് കാരണമാവും. അത് നിങ്ങളെ വ്യൂസ് എന്ത് ചെയ്യും, കൂട്ടും. തീർച്ചയായിട്ടും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും കൂട്ടും എന്നുള്ളത് ഉറപ്പാണ്. 100,000 ആളുകളൊക്കെ കാണാൻ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിൽ ഒരു 100-500 ആളുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലേക്ക് അത് എത്തും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ക്ലാരിറ്റി ഉണ്ടാക്കുക, ഓൺ സ്ക്രീൻ ക്യാപ്ഷനൊക്കെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് ഷോർട്സിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, എനിക്ക് പ്രധാനം തോന്നിയ. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് ഇത് കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കേണ്ടത്, എങ്ങനെ അത് വ്യൂസ് കിട്ടുന്നത് എന്നുള്ള എന്ത് ചെയ്യും, ഞാൻ റിയൽ ടൈമിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരും. ഓക്കെ, ഞാൻ വെറുതെ പറയുന്നല്ല, ഇതേ ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കൂടും. തീർച്ചയാണ്, കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കമന്റിൽ അറിയിക്കണം. ഇത്തരത്തിലുള്ള നിങ്ങളുടെ വ്യൂസ് നിങ്ങളെയും 100K സബ്സ്ക്രൈബേഴ്സിലേക്ക് 3 മാസം കൊണ്ട് എത്തിക്കുന്ന രീതിയിൽ
നിങ്ങളെയും വളർത്തുന്ന തരത്തിലുള്ള വീഡിയോസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് യെസ് കമന്റ് ചെയ്യുക. അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും, അത്തരം വീഡിയോസ് ചെയ്യും. നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റും, ഒരു സംശയവും ഇല്ല. അതിന് വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളും വരുമാനം കൂട്ടുന്ന കാര്യങ്ങളും മോണിറ്റൈസ് ആവുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ എന്ത് ചെയ്യാം, വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിൽ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വിട്ടുപോകരുത്. മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതുകൊണ്ടും ഒരിക്കലും നമുക്കൊരു നഷ്ടം ഉണ്ടാവുന്നില്ല എന്നുള്ള പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഈ ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഞാനത് പൂർണ്ണമായിട്ടും പറഞ്ഞുതരും. അപ്പം നിങ്ങളും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്കും എവിടെയെങ്കിലൊക്കെ ഹെൽപ്പുകൾ കിട്ടും. അപ്പം മറ്റു വീഡിയോ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാം. അതുവരേക്കും ബൈ.